രക്ഷയില്ലാത്ത വ്യൂ അല്ലേ? റെഡ്വുഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയേഴ്സ് റീസെന്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ലിവിംഗ് ഏരിയയിൽ 3+2 ഒരു കോർണർ സോഫയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ കളർ കോമ്പിനേഷനായിട്ട് മെർജ് ചെയ്യുന്ന ഒരു സെൻറ്റർ ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഗസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ലിവിംഗ് സ്പേസിനെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു അണ്ടർസ്റ്റെയർ ഏരിയയിൽ തന്നെ ഒരു സ്റ്റോറേജും ഒരു സീറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ റിക്വയർമെൻറ്റ് കോർണേഴ്സ് ഷാർപ്പ് ആയിരിക്കരുത് എന്നുള്ളതായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഓവൽ തീമാണ് ഡൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. റെക്റ്റാങ്കിളും അല്ല ഓവലും അല്ല, അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ ഡൈനിങ്ങിൻ്റെ മാർബിൾ ടോപ്പ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൻ്റെ കിഡ്സ് റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു കിഡ്സ് റൂമാണ്. ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഇവിടുത്തെ കിഡ്സ് റൂം ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ക്ലൗഡ് സ്റ്റാർ ആ ഒരു കോമ്പിനേഷൻസും കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കിഡ്സ് റൂമിൽ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് പിങ്ക് ആണ്. വാർഡ്രോബിൽ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഡോർസാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാർഡ്രോബാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലയൻസിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, നമ്മുടെ ഒരു ഓപ്പൺ ടെറസാണ്, ആ ടെറസിൽ നമ്മൾ എന്ത് തരം ഫ്ലോറിങ് ചെയ്യും. ആക്ച്വലി ഈ ഒരു ഫ്ലോറിങ് ഞങ്ങൾ ചെയ്തേക്കുന്ന വുഡ് ലൈക്ക് ടൈൽസ് ആണ്. ഇതിൻ്റെ ഗുണം നമുക്ക് മഴ പെയ്താലും ഒന്നും വലിയ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ഈവനിങ് ടൈമൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്പേസ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.